ഹായ് ഫ്രണ്ട്സ്, നിങ്ങളുടെ പേഴ്സൻ്റെ യെസ്റ്റർഡേസ് നൈറ്റ് തോട്ട്സ് എന്താണെന്ന് നോക്കാം. നിങ്ങളുടെ പേഴ്സൻ്റെ യെസ്റ്റർഡേ നൈറ്റ് തോട്ട്സ് അവരെന്താണെന്ന് നിങ്ങളെക്കുറിച്ച് ചിന്തിച്ചിരിക്കുന്നതെന്ന് നോക്കാം. 3 കാർഡ്സ് വെച്ചിട്ടുണ്ട്. സെലക്ട് ചെയ്യുക. 3 കാർഡ് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അങ്ങനെയാണ് വെച്ചത്. അപ്പോൾ ഫസ്റ്റ് കാർഡ് ഇതാണ്. സെലക്ട് ചെയ്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഫസ്റ്റ് കാർഡ്, ഇവർ ചിന്തിച്ചത് എന്തൊക്കെ ജീവിതത്തിൽ നെഗറ്റീവായ സാഹചര്യങ്ങളുണ്ടോ, ആരൊക്കെ എതിർക്കാൻ നിന്നിട്ടുണ്ടോ, ആരൊക്കെ നിങ്ങളുടെ ബന്ധത്തിന് തകർക്കാൻ ശ്രമിച്ചിട്ടുണ്ടോ, അതിൽ നിന്നെല്ലാം മാറി അതിശക്തമായി തന്നെ മുന്നോട്ട് പോകണം. മുന്നോട്ടുള്ള ജീവിതം ഒരു സന്തോഷപ്രദമാണ്. മുന്നോട്ടുള്ള സക്സസ്സിന് വേണ്ടി അവർ ശ്രമിക്കുന്നത്. അതിനുവേണ്ടി അതിശക്തമായി തന്നെ പോരാടിക്കൊണ്ടിരിക്കുന്നത്. എന്തൊക്കെ നെഗറ്റീവായ സാഹചര്യം, നിങ്ങളുടെ മുന്നിലുള്ള എന്തൊക്കെ തടസ്സങ്ങൾ, നിങ്ങളുടെ സന്തോഷപ്രദമായ ജീവിതം ജീവിക്കാൻ സമ്മതിക്കാതെ എന്തൊക്കെ തടസ്സങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ടോ, ആരൊക്കെ അതിനെതിരായി നിൽക്കുന്നുണ്ടോ, അതിൽ നിന്നൊക്കെ മാറി അതിശക്തമായി തന്നെ മുന്നോട്ട് പോകണം എന്ന് ചിന്തിക്കുന്നതായിട്ടാണ് കാണുന്നത്. ഫസ്റ്റ് കാർഡ്. സെക്കൻഡ് കാർഡ്, ഈ വ്യക്തി ഒരുപാട് വേദനിക്കുന്ന, ഒരുപാട് ഡിപ്രഷനിലൂടെ കടന്നു പോകുന്ന, മാനസികമായ വേദന, ഒരുപാട് പ്രശ്നങ്ങളാണ് ഈ വ്യക്തിക്കുള്ള. ചുറ്റിലും എല്ലാവരും എതിരായി നിൽക്കുന്നുണ്ടാവും. ആരും ഇവരെ സപ്പോർട്ട് ചെയ്യാൻ ആളുണ്ടാവില്ല. അതുകൊണ്ട് തന്നെ അവർക്ക് ഒരുപാട് ഡിപ്രഷനാണ്. കൂടെ നിൽക്കുന്ന നിങ്ങളും ഉണ്ടാവില്ല. അവരെല്ലാവരും ഒറ്റപ്പെടുത്തിയൊരവസ്ഥ, ആ ഒരു അവസ്ഥയിൽ കൂടെ പോകും. അതുകൊണ്ട് തന്നെ അവരോട് ഒരുപാട് ദുഃഖിച്ച് കിടക്കുന്ന ഒരു അവസ്ഥയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. തേർഡ് കാർഡ് ചൂസ് ചെയ്തത് 4 ഓഫ് കപ്പ്. 4 ഓഫ് കപ്പിൻ്റെ എനർജിയിൽ അവർ ചിന്തിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, അവർ നഷ്ടപ്പെട്ട പ്രണയം ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അവരുടെ ചുറ്റിലും എല്ലാ കാര്യങ്ങളും, ചിലപ്പോൾ അച്ഛനുണ്ടാവും, അമ്മയുണ്ടാവും, സഹോദരങ്ങളുണ്ടാവും, ഫ്രണ്ട്സ് ഉണ്ടാകും. പക്ഷേ ഇതൊന്നും ഇവർക്ക് വേണ്ട. അപ്പോൾ ഇവർക്ക് വേണ്ടത് നിങ്ങളെ മാത്രമാണ്. അതുകൊണ്ട് ചുറ്റിലുമുള്ള കാര്യങ്ങളിലേക്കൊന്നും ശ്രദ്ധിക്കാതെ അവർ അന്ധമായി നിങ്ങളെ സ്നേഹിക്കുന്നു, നിങ്ങളെ ഓർത്തിരിക്കുന്നു, നിങ്ങളുടെ പ്രസൻസ് അവർ ആഗ്രഹിക്കുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്.